ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2007 പുറത്തിറങ്ങിയിട്ടുള്ള പീറ്റ് എന്നൊരു അടിപൊളി സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൂവിയിലോട്ട് കിടക്കാം, വാ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കാർ പാർക്കിംഗ് ഏരിയയിൽ ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറ നേരെ പാർക്ക് ചെയ്ത കാറിൻ്റെ ഡിക്കിയുടെ ഉൾഭാഗം കാണിച്ചാൽ ഒരു പെണ്ണ് പേടിച്ച് പതറി അതിനുള്ളിൽ ഇരിക്കുന്നത് കാണിക്കുന്നത്. അവിടെ സീൻ കട്ട് ചെയ്താൽ ഒരു വലിയ ബിൽഡിംഗ് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹീറോയിൻ, പേര് ഏഞ്ചൽ. അവൾ കസ്റ്റമേഴ്സിനെ കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ അവളുടെ അസിസ്റ്റന്റ് വന്ന്, മാഡം എൻ്റെ ജോലിയെല്ലാം തീർന്നു, ഇനി എന്തെങ്കിലും പേപ്പർ വർക്ക് തീർക്കാനുണ്ടോ? ഇല്ലില്ല, ഒരുവിധം എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. നീ പോയി ക്രിസ്മസ് നല്ല പോലെ സെലിബ്രേറ്റ് ചെയ്യും. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് മാഡം. ഇവള് പോയ ഉടനെ ഇവരുടെ മാനേജർ അവിടേക്ക് വരും. സോറി ഏഞ്ചൽ, ഞാൻ നിന്നോട് ചെയ്തത് തെറ്റായിപ്പോയി. അപ്പോൾ കുടിച്ച് ബോധമില്ലാതിരുന്ന ടൈമിൽ ഞാൻ അറിയാതെ സംഭവിച്ചതാണ്. സോറി, നീ എന്നോട് ക്ഷമിക്കേ. സാരല്ല, തെറ്റാർക്കും പറ്റും. സാർ ഒന്നില്ലെങ്കിലും എന്നോട് ക്ഷമ ചോദിച്ചല്ലോ, അത് മതി. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് സാറ് പോകും. കുറച്ച് സമയത്തിനുള്ളിൽ അവളുടെ വീട്ടിൽ നിന്ന് ഫോൺ വരും. മോള്, നീ എന്താ വരാത്തെ? വർക്ക് കഴിഞ്ഞില്ലേ? ക്രിസ്മസിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോ? മോള് നിന്നെ ഒത്തിരി നേരമായി അന്വേഷിക്കുന്നു. ഞാൻ എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ടമ്മേ. ഞാൻ അരമണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് ഇറങ്ങും. അങ്ങനെ ഒരു വിധന അവളുടെ ജോലിയെല്ലാം തീർത്ത് പുറത്തിറങ്ങുമ്പോൾ ഇവളുടെ അസിസ്റ്റന്റ് മാനേജർ അവിടേക്ക് വരും. അയാൾ അറിയാതെ അവളുടെ ദേഹത്തൊന്നും തട്ടും. ഓ സോറി. എന്താ ഇതുവരെ പോയില്ലേ? ദാ പോകാൻ നിൽക്കായിരുന്നു സാർ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് സാർ. അവിടുന്ന് അവൾ നേരെ കാർ പാർക്കിങ്ങിൽ പോയി കാർ സ്റ്റാർട്ടാക്കാൻ നോക്കും. പക്ഷെ കാർ സ്റ്റാർട്ടാകുന്നില്ല. ഉടനെ ഇവള് കാർ പാർക്കിങ്ങിന് അവിടെയുള്ള സെക്യൂരിറ്റി അടുത്ത് പോയി, എൻ്റെ കാർ സ്റ്റാർട്ടാകുന്നില്ല, എനിക്കൊരു ക്യാബ് ബുക്ക് ചെയ്തു തരുമെന്ന് കേൾക്കും. മാഡം, എനിക്ക് കാർ റിപ്പയർ ചെയ്യാൻ അറിയാം, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ? ശരി. അങ്ങനെ സെക്യൂരിറ്റി വന്ന് കാർ ചെക്ക് ചെയ്ത് നോക്കും. അവനെ കൊണ്ടും കാർ സ്റ്റാർട്ടാക്കാൻ പറ്റില്ല. സോറി മാഡം, ഇത് എന്നെ കൊണ്ട് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ മാഡത്തിന് ക്യാബ് ബുക്ക് ചെയ്തു തരാം. ശരി, നിങ്ങൾ വേഗം ബുക്ക് ചെയ്താ. മാഡം, ക്രിസ്മസിന് വേണ്ട എല്ലാ ഫുഡും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോ? ഇത് കേട്ടതോടെ അവളുടെ മുഖം മാറും. ഇതോടെ അവന് കാര്യം പിടികിട്ടും. വേണ്ട വേണ്ട, മാഡത്തിനുള്ള ക്യാബ് ഞാൻ വേഗം ബുക്ക് ചെയ്തു തരാം. ഇത് കേട്ടപാടെ അവൾ റിസപ്ഷനിൽ പോയിട്ട് വെയിറ്റ് ചെയ്യും. ഇതേ നേരം ആരോ CCTVയിൽ ഹീറോയിനെ വാച്ച് ചെയ്യുന്ന പോലെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഹീറോയിൻ വെയിറ്റ് ചെയ്ത് ഉറങ്ങിപ്പോകും. കുറച്ച് സമയത്തിനുള്ളിൽ ബുക്ക് ചെയ്ത കാർ വന്നിട്ടുണ്ടായിരിക്കും. ഹോണടി കേട്ട് ആ ബുക്ക് ചെയ്ത ക്യാബ് വന്നെന്നും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകാൻ നോക്കുന്ന നേരം മെയിൻ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇവൾക്ക് അത് തുറക്കാൻ സാധിക്കില്ല. കാർ ഡ്രൈവർ അവിടെ നിന്ന് കുറേ ഹോണടിക്കും. ആരും വരാതായതോടെ അവൻ വണ്ടി എടുത്തു പോകും. ഇവള് വീണ്ടും ഹെൽപ്പ് കേൾക്കാനായി കാർ പാർക്കിംഗ് സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പോകും. പോകുന്ന വഴി ലൈറ്റ് മിന്നിങ് കത്തി നിൽക്കുക. ഇന്നേരം അവൾ അവളുടെ ഫോൺ എടുക്കുമ്പോൾ അത് താഴെ വീഴും. ഉടനെ അവൾ ഫോൺ എടുത്ത് ഓൺ ആക്കുമ്പോൾ ഇവളുടെ പുറകിൽ ആരോ നിൽക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ കാർ പാർക്കിംഗ് ചെക്കർ സെക്യൂരിറ്റിയാ. അവന്റെ പേര് പറയാൻ ഞാൻ മറന്നുപോയി. തോമസ്. ഇനി തൊട്ട് സെക്യൂരിറ്റിയുടെ റേഞ്ച് വേറെ ലെവലാ. അവനൊരു പ്രൊമോഷൻ കിട്ടി, നല്ല ഒന്നാന്തരം സൈക്കോ ആയിട്ട്. അവൻ ഹീറോയിനെ അവിടുന്ന് പൊക്കും. മയക്കത്തിൽ നിന്നിട്ട് ഹീറോയിൻ ചുറ്റൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ അവൾ ഇപ്പോൾ ഇരിക്കുന്നത് പാർക്കിംഗ് ചെക്കർ സെക്യൂരിറ്റിയുടെ മുറിയിലാണ്. അവളുടെ കൈയെല്ലാം കെട്ടി പൂട്ടി വെച്ചിട്ടുണ്ട്. റൂമെല്ലാം ക്രിസ്മസ് പ്രമാണിച്ച് നല്ല പോലെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇവർക്ക് രണ്ടാൾക്കും കഴിക്കാനായി ഫുഡെല്ലാം തയ്യാറാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹായ് മൈ ഡിയർ സ്വീറ്റ്, ദാ ഇത് കഴിക്ക്. നിനക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ. പ്ലീസ്, ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? എനിക്ക് നീ എന്ന് വെച്ച ജീവനാ. ഐ ലവ് യു മൈ സ്വീറ്റ്. ഇവൻ എന്താ പറയുന്നതെന്ന് ഹീറോന് മനസ്സിലാകുന്നില്ല. കൂട്ടത്തിൽ എനിക്കും. ഈ സൈക്കോ അസ്ഥിക്ക് പിടിച്ച പ്രേമത്തിൽ കുറേ ഡയലോഗുകൾ അടിക്കും. നോക്ക്, കുറച്ച് സമയത്തിനുള്ളിൽ നീ എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ എന്നെ തേടി എൻ്റെ ബോയ് ഫ്രണ്ട് ഇവിടെ എത്തും. അവൻ ഇവിടെ വന്ന അടിച്ച് നിന്റെ ഷേപ്പ് മാറ്റി എന്നെയും കൂട്ടി ഇവിടുന്ന് പോകും. ഇത് കേട്ട മാത്രം സൈക്കോയുടെ മുഖം അങ്ങ് മാറും. ഓ, നിന്റെ ആള് ഇത്ര വലിയ സംഭവമാണോ? അവൻ്റെ കയ്യിൽ GPS ഉണ്ടോ? കറക്റ്റ് നമ്മൾ നിൽക്കുന്ന സ്ഥലം അവൻ കണ്ടുപിടിക്കോ? ഇവന്റെ അടുത്ത് ഇവന്റെ നായ നിൽപ്പുണ്ട്. ഇപ്പോൾ ഇവനെ നോക്കി അതിനെ കാണുമ്പോൾ അതിനൊരു സൈക്കോ കട്ടില്ലേന്ന് എനിക്കൊരു ഡൗട്ട്. മൈ ഡിയർ സ്വീറ്റ്, ക്രിസ്മസ് ആയിട്ട് എനിക്ക് എന്ത് ഗിഫ്റ്റ് തരാനാ പോകുന്നേ? ഗിഫ്റ്റോ? ഞാൻ നിനക്ക് എന്തിന് ഗിഫ്റ്റ് തരണം? അതിന് നീയും ഞാനും തമ്മിൽ എന്താ ബന്ധം? ശരി, നീ എനിക്ക് ഗിഫ്റ്റ് തന്നില്ലെങ്കിലും ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് ഹീറോയിനും കൂട്ടി കാറിൽ പോകും. അവളുടെ കയ്യിലെ കെട്ടെല്ലാം വെച്ചിട്ടില്ല, നോട്ട് ദ പോയിന്റ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നടുവിലൊരുത്തിനെ വായിൽ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് കൈയും കാലെല്ലാം കെട്ടിവെച്ച് കസേരയിലിരുത്തിയിട്ടുണ്ട്. ആരടതെന്ന് നോക്കിയാൽ തുടക്കത്തിൽ ഹീറോയിൻ്റെ അടുത്ത് റോങ് ആയിട്ട് നടന്നതിനെ ക്ഷമ ചോദിച്ചില്ലേ, അയാൾ തന്നെ.
ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ഹീറോയിന്റെ അടുത്ത് ഇയാൾ മോശമായിട്ട് പെരുമാറില്ലേ, അത് ഈ സൈക്കോ തോമസിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇവനിങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത്. ഇത് കണ്ട ഹീറോയിൻ, എന്തിനാ തോമസ് നീ അവനെ കെട്ടിവെച്ചിരിക്കുന്നത്? അതോ നീ എന്നിൽ നിന്ന് ഒന്നും മറയ്ക്കാൻ നോക്കണ്ട. നിന്നോട് ഇവൻ തെറ്റായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്ന കാര്യം എനിക്കറിയാം. അതിനുള്ള തക്കതായ ശിക്ഷ ഇവന് കൊടുക്കണം. എല്ലാം നിന്റെ ഇഷ്ടം. കാറ് കയറ്റിക്കൊല്ലണോ അതോ കൈകൊണ്ട് അടിച്ചു കൊന്നാ മതിയോ? എന്താ വേണ്ടത്? തോമസ് പ്ലീസ്, അയാൾ ചെയ്ത തെറ്റിനെ എന്നോട് ക്ഷമ ചോദിച്ചതാ. അയാളെ വെറുതെ വിട് പ്ലീസ്. ഏഞ്ചൽ, ഒരാൾ തെറ്റ് ചെയ്താൽ അതിനുള്ള തക്കതായ ശിക്ഷ നമ്മൾ അപ്പം തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ അവർ ഇനിയും ആ തെറ്റ് ചെയ്യും. ഹീറോയിൻ കുറെ അവന്റെ അടുത്ത് യാചിക്കും അയാളൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ്. പക്ഷെ അതൊന്നും ഈ സൈക്കോ കേൾക്കില്ല. അവൻ കാറിൽ നിന്നിറങ്ങി കയ്യിലുള്ള റാഡർ ഉപയോഗിച്ച് ചറ പറന്ന് അവന്റെ തല അട്ടിച്ചു പൊട്ടിക്കും. ശേഷം കാറും കയറിയിരുന്ന് വേഗത്തിൽ പോയി ചെയറിലിരുന്ന് അവനെ ഇടിച്ച് താഴെ ഇടും. അതൊന്നും പോരാതെ കാറ് കയറ്റി അവന്റെ പണി അങ്ങ് തീർക്കും. ഈ കറക്റ്റ് ടൈമിന് ഹീറോയിൻ എങ്ങനെയൊക്കെയോ വണ്ടി ഓപ്പൺ ചെയ്ത് അതിൽ നിറങ്ങി ഓടി. ശേഷം സൈക്കോന്റെ മുറിയിൽ പോയി അവളുടെ ബാഗ് എടുത്ത് അതിൽ നിന്ന് ഫോൺ എടുക്കും. ഈ ടൈമിൽ അവിടെയുള്ള നായുമായിട്ട് അവൾ നല്ലൊരു മൽപ്പിടുത്തം തന്നെ നടത്തി. ഇപ്പുറത്ത് സൈക്കോ തോമസ് ആ ബോഡി ഡിസ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഹീറോയിൻ ഫോൺ എടുത്ത് എവിടെ നിന്നാലാ ടവർ കിട്ടാന്ന് നോക്കി അവസാനം ഷട്ടറിന്റെ അപ്പുറത്ത് വെച്ചപ്പോൾ സർവീസ് അവൈലബിൾ ആയി. അങ്ങനെ അതും പിടിച്ച് നിൽക്കുന്നേരം ടക്കെന്ന് അത് താഴെ വീഴും. ഉടനെ അവൾ ഫോൺ എടുക്കാൻ ശ്രമിക്കും. അത് എടുക്കാൻ നോക്കുന്നതിനിടയിൽ അവളുടെ നഖം അങ്ങ് പറഞ്ഞു പോരും. വേദന എല്ലാം സഹിച്ച് എങ്ങനെയോ ഏഞ്ചല് പോലീസിനെ കോൾ ചെയ്യും. ലൈൻ കണക്റ്റായി. പോലീസ് ഇവളോട് എന്തിനാ വിളിച്ചതെന്ന് അന്വേഷിക്കും. ഇവൾ അതിനുള്ള മറുപടി പറയും. പക്ഷെ അത് അവർക്ക് വ്യക്തമായിട്ട് കേൾക്കില്ല. ഇതേ നേരം അവിടേക്ക് സൈക്കോ എത്തും. ഉടനെ അവിടുന്ന് പേടിച്ചോടി അവൾ ലിഫ്റ്റിനുള്ളിൽ ഒളിഞ്ഞിരിക്കും. സൈക്കോ, ഹായ് മൈ ഡിയർ, വാ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. പിന്നെ എനിക്ക് കുറേ സംസാരിക്കാനുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ട് നമ്മുടെ ആള് പുറത്തേക്ക് വരില്ല. അവൾ ലിഫ്റ്റിൽ എമർജൻസി എന്ന് പറഞ്ഞ ഒരു ബട്ടണില്ലേ, അത് ക്ലിക്ക് ചെയ്യും. ആ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ എമർജൻസി ഹെൽപ്പ് വരും. ഹീറോയിൻ കോൾ എടുത്ത ആളോട് ഞാൻ ഇതുപോലെ സൈക്കോയുടെ കയ്യിൽ അകപ്പെട്ടു പോയി, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ എന്നൊക്കെ പറയും. അതിന് അപ്പുറത്തെ വശത്തു നിന്ന് കിട്ടിയ മറുപടി, മാഡം ആദ്യം നിങ്ങൾ കുറച്ച് റിലാക്സ് ആകുക. എന്തിനെങ്ങനെ പേടിക്കുന്നേ? സമാധാനമായിട്ട് ആദ്യം ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. എടുത്തോ, പിന്നീട് പുറത്തേക്ക് സമാധാനപരമായിട്ട് ശ്വാസം വിടൂ. എടോ മാങ്ങാത്തലയാ, മനുഷ്യൻ ഇവിടെ ചാകാൻ പോകുന്ന നേരത്തെ അവന്റെ ശ്വാസം വലിക്കലും പുറത്തേക്ക് വിടലും. ഇന്നേരം അയാൾ ഒരു ചിരി ചിരിക്കും. ഇതോടെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടുകയാണല്ലോ. ആരായിരിക്കും അപ്പുറത്തെ വശത്തെന്ന്? അവൻ വീണ്ടും ഡാർലിംഗ് വാ ചക്കരെ, ചേട്ടന്റെ അടുത്തേക്ക് വാ എന്നൊക്കെ പറയും. പക്ഷെ അവള് വരില്ല. അവസാനം വെള്ളം വരുന്ന പൈപ്പ് ലൈൻ ലിഫ്റ്റിലേക്ക് തിരിച്ചുവിട്ട് ലിഫ്റ്റ് മുഴുവൻ വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. അതേ നേരം ലിഫ്റ്റിലേക്ക് ഒരാൾ വീഴും. അതാരാണെന്ന് നോക്കിയാൽ നമ്മുടെ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോയിന്റെ ദേഹത്ത് അറിയാതെ തട്ടിയ അസിസ്റ്റന്റ് മാനേജറിലെ അവനെയും ഇവൻ കൊന്നിട്ടുണ്ടായിരിക്കും. എന്തിനാ? ഇവളുടെ ദേഹത്ത് അറിയാതാണെങ്കിലും അവൻ തട്ടിയില്ലേ, അതിന് തന്നെ. വല്ലാത്ത ജാതി സൈക്കോ. ഇതെല്ലാം കണ്ട് പേടിച്ച് ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് അവൾ അവിടുന്ന് ഓടി വേറെ സ്ഥലത്ത് പോയി ഇരിക്കും. അതേസമയം ഇപ്പുറത്തെ സൈക്കോ നേരെ അവന്റെ മുറിയിൽ പോയി ഹൈ വോളിയത്തിൽ പാട്ട് വെച്ച് എൻജോയ് ചെയ്തിരിക്കുക. അതുമാത്രല്ല, അവിടെ ഇരുന്ന് ഹീറോയിൻ എവിടെയാ പോകുന്നേ, എന്താ ചെയ്യുന്നേ എന്നൊക്കെ ക്യാമറ വഴി നോക്കിക്കൊണ്ടിരിക്കുക. ഇത് മനസ്സിലാക്കിയ ഏഞ്ചല് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്യാമറകളും അടിച്ച് പൊട്ടിച്ച് നശിപ്പിക്കാൻ നോക്കുക. ഇതേ നേരം സൈക്കോ തോമസിന്റെ ഫേസ് കാണിച്ചാൽ മുഖം ഒരു മാതിരി ആയിട്ടുണ്ടാകും. വേറൊന്നല്ല, പോലീസുകാർ അവിടേക്ക് വന്നിട്ടുണ്ട്. അത് തന്നെ കാരണം. ഉടനെ സൈക്കോ പോലീസുകാരെ കാണാൻ അങ്ങോട്ട് പോകും. എന്താ സാർ, എന്താ വന്നേ? ഒന്നുമില്ല, എനിക്ക് ഇവിടുന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ രക്ഷിക്ക്, എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഇവിടെ പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല സാർ, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത് ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ പോയി. സാർ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്തോ. പോലീസ് അവിടെ മൊത്തം അരിച്ചു പെറുക്കി പരിശോധിക്കും. പക്ഷെ ആരെയും കണ്ടെത്താനായില്ല. നമ്മുടെ ഹീറോയിൻ ഈ നേരം കാറിന്റെ ഡിക്കിയിൽ ഒളിഞ്ഞിരിക്കുക, ഈ സൈക്കോ തോമസിനെ പേടിച്ച്. അവൾ പുറത്തുള്ള സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പെണ്ണ് കാറിന്റെ ഡിക്കിയിൽ ഒളിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, അത് ഇവളാണ്. കാറിന്റെ ഡിക്കിൽ അവൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലോക്കായി പോകും. പോരാത്തന്നെ സൈക്കോ തോമസ് ഭയങ്കര സൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ ബഹളം വെക്കുന്ന ഒന്നും തന്നെ പുറത്തേക്ക് കേൾക്കില്ല. പോലീസ് അവിടെ മൊത്തം പരിശോധിച്ചതിന് ശേഷം ഒന്നും കണ്ടെത്തിയില്ല. ശരി, ഇനി എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ ഉടനടി അറിയിക്കണം. ഇത്രയും പറഞ്ഞ് പോലീസ് അവിടുന്ന് പോകും. ഇവൻ ഇപ്പോഴാണ് ശ്വാസം നേരെ വേണത്. ഇതേ സമയം ഹീറോയിൻ ഒരു വിധേന ഡിക്കി എങ്ങനെയൊക്കെയോ ഓപ്പൺ ആക്കി ഓടി വരും. അപ്പോഴേക്കും പോലീസ് ഈ കാർ പാർക്കിങ്ങിന്റെ അവിടുന്ന് പോകും.
ഹീറോയിൻ ഇരുന്ന എല്ലാ പ്രതീക്ഷയും അവസാനിക്കും. ഈ ടൈമിൽ സൈക്കോ അവന്റെ നായക്കുട്ടിയുടെ ചങ്ങല അഴിച്ചുവിടും. ഇതോടെ നായ ഹീറോയിനെ നോക്കി വെറിയോടെ കുത്തിച്ച് പാഞ്ഞു വരും. ഹീറോയിൻ അവളുടെ കഴിവിന്റെ പരമാവധി വേഗത്തിലോടും. ഓട്ടമോ ഓട്ടം. ഓടി ഓടി ഹീറോയിൻ കയ്യിലുള്ള കമ്പി വെച്ച് ഒരു കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിച്ച് അതിനകത്ത് കയറിയിരിക്കും. അത് പുറകിൽ വന്ന നായ കണ്ടുപിടിക്കും. പിന്നാലെ നായയും കുതിച്ചു ചാടും. ഉടനെ അവള് കയ്യിലുള്ള കമ്പി വെച്ച് നായയെ ചറ പറന്ന് അടിയോ അടി. അതോടെ അത് ചാവും. ഈ ഒരു സമയം കൊണ്ട് ഹീറോയിൻ സെക്യൂരിറ്റി ഓഫീസ് റൂമിൽ പോയി അവിടെ നിറയെ റെന്റൽ കാറുകളുടെ കീ ഹാങ് ചെയ്തിട്ടുണ്ട്. അതെടുക്കും. ഇതേ നേരം സൈക്കോ ആ കാർ പാർക്കിങ്ങിന്റെ ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ടാകും. അവിടെ കാറിൽ ചത്തുകിടക്കുന്ന അവന്റെ നായ കണ്ട് അവനെ പ്രാന്ത് പിടിക്കും. ഇതോടെ അവളുടെ മീതെയുള്ള ദേഷ്യം ഇരട്ടിക്കും. ആ കാർ പാർക്കിംഗ് മുഴുവൻ അവളെ തേടും. അവിടെ കാണാതായതോടെ തീർച്ചയായിട്ടും അവൾ സെക്യൂരിറ്റി റൂമിലുണ്ടാകുമെന്ന് മനസ്സിൽ കണക്കുകൂട്ടി അവൻ അവിടേക്ക് നടക്കും. ആ മുറിയിലേക്ക് അവൻ കടന്നും കൃത്യം സമയം ഹീറോയിൻ പുറത്തേക്കും കടക്കാൻ മാത്രമല്ല കയ്യിലുള്ള കമ്പി ഡോറിൽ കൊളുത്തിയിടും. ഇതോടെ സൈക്കോയ്ക്ക് പുറത്ത് കടക്കാൻ പറ്റാതെ, കൂടാതെ കയ്യിലെടുത്തു വെച്ച കാറിന്റെ കീകൾ ഓരോന്നോരോന്നായി അവൾ ഓൺ ചെയ്ത് നോക്കും. അവസാനം ഒരു കാറിന്റെ ലോക്ക് ഓപ്പൺ ആകും. ഉടനെ അവൾ കാർ തുറന്ന് അതിൽ കയറിയിരിക്കും. ഇവിടെ അവൻ കസാര ഉപയോഗിച്ച് റൂമിന്റെ ചില്ല് അടിച്ചു പൊട്ടിച്ചു. ഇപ്പുറത്ത് ഏഞ്ചലിന്റെ കയ്യിൽ വിലങ്ങ് വെച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെയൊക്കെയോ അവൾ വണ്ടി സ്റ്റാർട്ടാക്കി കാറും എടുത്ത് അവിടെ നിന്ന് പോകും. പോകുന്ന വഴിയിൽ അവിടെ ഇവിടെ എല്ലാം വണ്ടി ഇടിക്കും. എന്നാലും ഒരു വിധേന അവൾ വണ്ടിയും കൊണ്ടുപോകും. അങ്ങനെ അവൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടക്കെന്ന് മറ്റൊരു വണ്ടി അവളുടെ വണ്ടിയിൽ വന്ന് ഇടിച്ചു നിർത്തും. ആരാണെന്ന് നോക്കിയ സൈക്കോ. വണ്ടി ഇടിച്ച് നിർത്തിയെങ്കിലും അവൾ പതറില്ല. അവൾ പിന്നെയും വണ്ടിയെടുത്ത് മുൻപോട്ട് നീങ്ങി. ഒരു ഘട്ടത്തിൽ ഇവളുടെ വണ്ടിക്ക് എതിരെ കുറച്ച് ദൂരത്തായിട്ട് മറ്റൊരു വണ്ടി വന്ന് കിടക്കുന്നു. അത് തോമസാ. ഇവൻ ഇനി എന്തിനുള്ള പുറപ്പാടാണെന്നറിയില്ല. രണ്ടുപേരും അവരവരുടെ വണ്ടികളിൽ നേർക്കുനേരെ ഇരിക്കുക. ഇനി എന്തും സംഭവിക്കാം. രണ്ടുപേരും ഒരു റേസിങ്ങിന് ഒരുങ്ങി നിൽക്കുക. 1 2 3 കമോൺ. രണ്ടുപേരും വണ്ടി പറപ്പിച്ച് നേർ പാഞ്ഞു വന്നു. ഹീറോയിന്റെ വണ്ടി അടുത്തെത്താറായതും അവൻ വണ്ടി മറ്റൊരിടത്തേക്ക് തിരിച്ചു നിർത്തും. പക്ഷെ അവളുടെ വണ്ടി വന്ന വേഗതയിൽ ഒരു തൂണിൽ ഇടിച്ചു നിൽക്കും. ഇന്നേരം സൈക്കോ കാറിൽ നിന്നിറങ്ങി ഇവളുടെ വണ്ടിയുടെ അടുത്ത് വന്ന് ഡോർ ഓപ്പൺ ആക്കും. ഏഞ്ചൽ നിനക്ക് എന്താ പറ്റിയത്? ഇവൻ ഇത് ചോദിച്ചു നിൽക്കുന്ന നേരം അവൾ കയ്യിൽ കരുതിയ കമ്പിയെടുത്ത് അവന്റെ കണ്ണിൽ ചക്കെന്ന് കുത്തിയിറക്കി. വേദന കൊണ്ട് അവൻ പൊളയും. ഈ ഒരു ഗ്യാപ്പിൽ ഏഞ്ചൽ എഴുന്നേറ്റ് വന്ന് അവന്റെ പോക്കറ്റിൽ നിന്ന് കീ എടുത്ത് കയ്യിലെ വിലങ്ങഴിക്കും. ശേഷം അവന്റെ കൈ കാറിന്റെ ഡോറിന്റെ ഹാൻഡിൽ വിലങ്ങ് വെച്ച് പൂട്ടും. ഇവളുടെ വണ്ടിയിൽ നിന്ന് പെട്രോൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. അന്നേരം അവിടെ കിടക്കുന്ന ലൈറ്റർ, അത് തോമസ് കാൻഡിൽ കത്തിക്കാൻ എടുത്തു വെച്ച ലൈറ്ററാ. അത് ഇവനെ അവൾ ഡോറിന്റെ അവിടേക്ക് നീക്കി കിടത്തുന്ന സമയത്ത് താഴെ വീണിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഒഴുകി വരുന്ന പെട്രോൾ നോക്കി ലൈറ്റർ കത്തിക്കും. തോമസ്, ഹാപ്പി ക്രിസ്മസ്. ഇത്രയും പറഞ്ഞ് അവൾ നടന്നു നീങ്ങും. തീ ആളിക്കത്തി കാറ് മുഴുവൻ ഒരു സെക്കൻഡിനുള്ളിൽ കത്തിപ്പിടിക്കും. അവന്റെ പോക്കറ്റിൽ നിന്നെടുത്ത കീ യൂസ് ചെയ്ത് കാർ പാർക്ക് ഓപ്പൺ ചെയ്ത് അവൾ പുറത്തേക്ക് കിടക്കും. ഒരു 5-6 മണിക്കൂറിനുള്ളിൽ ഏഞ്ചൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു എന്നുള്ളതാണ് നമ്മൾ ഈ മൂവിയിലൂടെ കണ്ടത്. എനിക്കെന്തായാലും ഈ മൂവി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ.